പ്രൈസ് ദി ലോർഡ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പ്രഭാത സന്ദേശം. ഞാൻ പാസ്റ്റർ കെ പി പിൻഡോ ഫ്രം മസ്കറ്റ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലവിധ അനുഗ്രഹങ്ങൾ, പല വിധത്തിലുള്ള വിടുതലുകൾ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. 124 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ പലതിലും നാം വിടുവിക്കപ്പെടുകയും അനുഗ്രഹം പ്രാപിക്കുകയും പല രോഗ അവസ്ഥയിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുകയും ചെയ്തതൊക്കെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഒറ്റ വാക്കിൽ പറയുവാൻ കഴിയും: യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ പ്രഭാതത്തിൽ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യഹോവ നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ ഒരു വിഷയത്തിലും നമുക്ക് വിജയം പ്രാപിപ്പാൻ കഴിയത്തില്ല. ഇനി മറുഭാഗം ചിന്തിച്ചാൽ, ഈ ലോകത്തിൽ ആരൊക്കെ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നാലും അവർക്കൊക്കെ അവരുടേതായ വിടുതലും അനുഗ്രഹങ്ങളും മാത്രമേ അവർക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ പക്ഷത്തുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായ വിജയമോ വിടുതലോ പ്രാപിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം: എൻ്റെ ജീവിതയാത്രയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിലവാരങ്ങളിലും എനിക്ക് വിജയം വേണമെങ്കിൽ, അനുഗ്രഹം വേണമെങ്കിൽ, ഉയർച്ച വേണമെങ്കിൽ അത് യഹോവ ദൈവം എൻ്റെ പക്ഷത്തുണ്ടായിരിക്കണം. ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തില്ല. ഈ പ്രഭാതത്തിൽ ഈ ഒരു ചിന്തയോടുകൂടെ നമുക്ക് യാത്ര ചെയ്യണം. ഈ ഒരു അനുഭവത്തോടെ നാം യാത്ര ചെയ്യണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഇസ്രായേൽ പറയണം, ഇതുവരെയും കൊണ്ടെത്തിച്ചത്, പലതിൽ നിന്നും അവയെ വിടുതൽ പ്രാപിച്ചത്, ശത്രുക്കളിൽ നിന്ന് പല പ്രാവശ്യം വിജയം ലഭിച്ചത് ദൈവം തങ്ങളുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന ഒരു വലിയ പ്രഖ്യാപനം ഇവിടെ ദാവീദ് നടത്തുന്നതിനോട് ചേർന്ന് പാടി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരാഹ്വാനം നമുക്കിവിടെ കാണുകയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ അനർത്ഥവും അനിഷ്ടവും, എന്തൊക്കെ കഷ്ടവും നഷ്ടവും നമുക്കുണ്ടാകുമായിരുന്നു എന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ ശക്തമായി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം. തീർച്ചയായും ദൈവം നമ്മുടെ പക്ഷത്ത് ഉണ്ട്. ദൈവം നമ്മുടെ പക്ഷത്ത് ഉള്ളത് കൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് നിൽക്കുവാനിടയായത്. ഇല്ല എങ്കിൽ നമ്മിൽ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേനെ. നാം പലരും മണ്ണോട് മണ്ണ് ചേർന്നേനെ. ഈ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മളെ ഭരിക്കണം. ഈ ഒരു ആലോചന നമ്മുടെ ജീവിതത്തിൽ മുന്നിലുണ്ടാകണം. ഏത് വിഷയത്തിന് നടുവിലും നാം ഭാരപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ ഓർത്തോണം, ആമേൻ, കഴിഞ്ഞ നാളുകളിൽ യഹോവ എൻ്റെ പക്ഷത്തുണ്ടായിരുന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്നുള്ള ശക്തമായ ഉറപ്പോടുകൂടെ, ധൈര്യത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.